ഇപ്പോൾ കിട്ടിയൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. കേരള സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ ബി.ജെ.പി വിജയിച്ചിരിക്കുകയാണ്. ഫലം വന്ന 4 സീറ്റുകളിൽ ഒരെണ്ണമാണ് ബി.ജെ.പിക്ക് ലഭിച്ചിരിക്കുന്നത്. ടി.ജി. വിനോദ് കുമാറാണ് വിജയിച്ചത്. എൽ.ഡി.എഫിന് 3 സീറ്റുകൾ ലഭിച്ചു. ഔദ്യോഗിക പ്രഖ്യാപനം കോടതി വിധിക്ക് ശേഷമായിരിക്കും ഉണ്ടാവുക. ഒരു സീറ്റിലെ ഫലപ്രഖ്യാപനത്തിൽ തർക്കം ഉണ്ടായിരിക്കുകയാണ്. തർക്കത്തെ തുടർന്ന് വോട്ടെണ്ണൽ ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി വിഷ്ണു ചേരുന്നു. വിഷ്ണു, തർക്കത്തെ തുടർന്ന് ഇപ്പോൾ വോട്ടെണ്ണൽ നിർത്തിവെച്ചിരിക്കുകയാണ്. അതേസമയം ഒരു സീറ്റ് ബി.ജെ.പിക്ക് ലഭിച്ചിരിക്കുന്നു. എന്തെല്ലാമാണ് വോട്ടെണ്ണലിനെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ? അനുപ്രിയ, ഇപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട 4 പേരാണ് വിജയിച്ചതായി ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഈ സീറ്റ് ബി.ജെ.പി ഒരെണ്ണം പിടിച്ചിട്ടുണ്ട്. അതോടൊപ്പം 3 എൽ.ഡി.എഫിനാണുള്ളത്. ഔദ്യോഗിക ഫലപ്രഖ്യാപനം കോടതി വിധിക്ക് ശേഷം മാത്രമേ ഉണ്ടാകൂ എന്നും അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ടി.ജി. വിനോദ് കുമാർ ആണ് ഈ ബി.ജെ.പിയുടെ വിജയിച്ച ആള്. അതോടൊപ്പം തന്നെ ഡോക്ടർ മനോജ് ടി.ആർ, ഡോക്ടർ എൻ പ്രമോദ്, ഡോക്ടർ റഹീം എന്നിവരാണ് വിജയിച്ച മറ്റ് ഇടത് അംഗങ്ങൾ. ഈ 3 പേരും വിജയിച്ചിട്ടുണ്ട്. സർക്കാർ കോളേജ് അധ്യാപക പ്രതിനിധിയായി റഹീമിന്റെ തെരഞ്ഞെടുപ്പിനെ ചൊല്ലി തർക്കമുണ്ടായിട്ടുണ്ട്. ഈ പ്രതിയായി വന്ന റഹീം വിജയിച്ചതിൽ വോട്ടിൽ വോട്ടിൽ ക്രമക്കേടുണ്ടെന്നുള്ള തർക്കം നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതിനെ തുടർന്ന് വോട്ടെണ്ണൽ താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് നിർത്തിവെച്ചിട്ടുണ്ടെങ്കിലും ഗവൺമെന്റ് കോളേജിന്റെ സീറ്റിലെ ഈ ഫലപ്രഖ്യാപനത്തിനെ ചൊല്ലി തർക്കമുണ്ടായതിനെ തുടർന്ന് ആ സീറ്റിന്റെ വോട്ടുകൾ വീണ്ടും എണ്ണുമെന്നാണ് ഇപ്പോൾ അറിയുന്ന വിവരം. ഏതായാലും രാവിലെ മുതൽ തന്നെ വലിയ സംഘർഷങ്ങളും പ്രശ്നങ്ങളും നിലനിന്നതാണ്. പിന്നീട് വോട്ടെണ്ണൽ തടസ്സപ്പെട്ടിരുന്നു. അതിനുശേഷം വോട്ടെണ്ണൽ പൂർണ്ണമായും അത് നടത്തിക്കൊള്ളാനുള്ള അനുവാദം കോടതിയിൽ നിന്നുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് സമരവും പ്രതിഷേധവും എല്ലാം അവസാനിപ്പിച്ച് വോട്ടെണ്ണലിലേക്ക് കടന്നത്. എന്നാൽ ഇപ്പോൾ വോട്ടെണ്ണൽ തുടങ്ങിയതിന് ശേഷം ഇത്തരത്തിലുള്ള തർക്കം വന്നിട്ടുണ്ട്. ഏതായാലും ഫലപ്രഖ്യാപനം ഇന്ന് പൂർണ്ണമായി ഉണ്ടെങ്കിൽ പോലും അതിലൊരു കൃത്യമായ ഒരു ഔദ്യോഗിക ഇടപെടൽ അല്ലെങ്കിൽ ഫലപ്രഖ്യാപന നടപടികൾ ഇനി കോടതി വിധിക്ക് ശേഷം മാത്രമായിരിക്കും ഉണ്ടാകുക. അപ്പോൾ മാത്രമാണ് ഇതിനെക്കുറിച്ച് പൂർണ്ണമായ ഒരു ഉറപ്പുണ്ടാവുക. അനുപ്രിയ. വിഷ്ണു, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതായത് സിൻഡിക്കേറ്റിൽ വൈസ് ചാൻസലർ RSSനെ തിരികെ കയറ്റാൻ ശ്രമിക്കുന്നു എന്ന ആരോപണമായിരുന്നു ഇടത് നേതാക്കൾ പ്രധാനമായും ഉയർത്തിയത്. ആ ആരോപണത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ലഭ്യമാണോ? അനുപ്രിയ, ഇത് രാവിലെ മുതലുള്ള ഒരു സംഭവം തന്നെയാണ്. ഈ ആരോപണം രാവിലെ ഉന്നയിച്ചതാണ്. അതായത് രാവിലെ തന്നെ 10 മണി കഴിഞ്ഞപ്പോൾ ഈ VC ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടെണ്ണൽ വേണ്ട എന്നുള്ള ഒരു കാര്യം അറിയാം. അതായത് വോട്ടെണ്ണൽ ഇനി നടത്തണ്ട, കോടതി വിധി വന്നതിന് ശേഷം മാത്രം നടത്തിയാൽ മതി എന്നുള്ള ഒരു സാഹചര്യം വന്നപ്പോൾ അതിനെതിരെ ഇടത് അനുകൂലികളായിട്ടുള്ള സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉപയോഗിച്ച ഒരു ആരോപണമാണ് ഈ RSS BJP അനുകൂല നിലപാടാണ് സ്വീകരിച്ചത് എന്നടക്കം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആ ഒരു ഘട്ടമാണ് ശരിക്കും ആ നേരം മുതൽ തന്നെ BJPക്ക് പിന്തുണ നൽകുന്ന നിലപാടാണ് VCയിൽ നിന്നുണ്ടാകുന്നതെന്നുള്ള ഒരു പ്രതിഷേധവും അത്തരത്തിലുള്ള ഒരു ആരോപണമെല്ലാം നിലനിന്നിരുന്നു. എന്നാൽ ഇപ്പോൾ വോട്ടെണ്ണലിന് ശേഷം ഇപ്പോൾ 3 സീറ്റിൽ LDF വിജയിച്ചതിന്റെ ഒരു സാഹചര്യമാണ്. അതിൽ ഒരു സീറ്റിനെ കുറിച്ചാണ് ഇപ്പോൾ തർക്കം പുരോഗമിക്കുന്നത്. ഇപ്പോൾ നിലവിൽ അത്തരത്തിലുള്ള വലിയ ആരോപണങ്ങൾ നിലനിൽക്കുന്നില്ല. ഏതായാലും വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട തർക്കവും അതുമായി ബന്ധപ്പെട്ട നിലപാടുകളുമാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. വിഷ്ണു, മറ്റൊരു കാര്യം, അതായത് വൈസ് ചാൻസലർക്ക് പുറത്തിറങ്ങാനാവാത്ത വിധം കേരള സർവകലാശാലയ്ക്ക് മുന്നിൽ SFI നേതാക്കൾ അവിടെ കുത്തിയിരിപ്പ് സമരം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു വിശദാംശം എന്താണ്? VCക്ക് പുറത്തിറങ്ങാൻ സാധിച്ചോ, അതോ അദ്ദേഹം ഇപ്പോഴും കേരള സർവകലാശാലയ്ക്ക് ഉള്ളിൽ തന്നെയാണോ? അനുപ്രിയ, രാവിലെ മുതൽ തന്നെ ഈ ഒരു പ്രതിഷേധം, അതായത് രാവിലെ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പ്രതിഷേധം, അതോടൊപ്പം SFI അടക്കം പുറത്ത് പ്രതിഷേധിക്കുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ അനുപ്രിയ പറയുന്ന കാര്യമെല്ലാം ഉച്ചവരെ നടന്ന സംഭവങ്ങളാണ്. പ്രധാനമായും ഇപ്പോൾ വൈസ് ചാൻസലറിനെ തടഞ്ഞു വെക്കുന്ന സാഹചര്യം, വൈസ് ചാൻസലറിന് പുറത്തിറങ്ങാൻ കഴിയാതെ വന്നു. ആ സമയമെല്ലാം വലിയ പ്രതിഷേധമാണ് ഉണ്ടായിരുന്നത്. ഈ വോട്ടെണ്ണൽ നടത്താതിരിക്കാൻ നടത്തിയ നടപടികൾക്കെതിരെയുള്ള ഒരു പ്രതിഷേധമായിരുന്നു. അതിന് പിന്നാലെയാണ് വലിയ രീതിയിലുള്ള ഒരു വിമർശനങ്ങളെല്ലാം ഉയർന്നത്. അതിനുശേഷമാണ് കോടതിയുടെ ഒരു അനുമതി ലഭിച്ചത്. വോട്ടെണ്ണാം, ഇനി 15 വോട്ടുകൾ എണ്ണാൻ പാടില്ല എന്ന് നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. അത് ഒഴിവാക്കിക്കൊണ്ട് ബാക്കി വോട്ടുകൾ എണ്ണാം എന്ന് പറഞ്ഞു. അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടായപ്പോൾ തന്നെ, ആ ഒരു അനുമതി ലഭിച്ചപ്പോൾ തന്നെ ഈ പ്രതിഷേധമെല്ലാം അവസാനിപ്പിക്കുകയുണ്ട്. അതുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങളെല്ലാം ഒഴിവായിരുന്നു. അതിനുശേഷമാണ് വോട്ടെണ്ണൽ ആരംഭിച്ചത്. അനുപ്രിയ. ശരി വിഷ്ണു.